ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് മദ്യപാനിയുടെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ടു ഹാങ് ഔട്ട്, ടു ബൂസ്. ആ സ്ഥലത്താണ് നമ്മൾ ഈ രാത്രി ഉള്ളത്. മറ്റെവിടെയല്ല, നമ്മുടെ ആലപ്പുഴ ക്യാംലറ്റ് കൺവെൻഷൻ സെന്റർ. അവിടുത്തെ ലൗഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് അറിയാലോ ലൗഞ്ച് എന്താണ്, എങ്ങനെയാണ്, ഏതാണ്, എല്ലാം നമ്മുടെ വീഡിയോയിൽ ഫുൾ ബയോഗ്രഫി വരെയുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല, ക്യാംലറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാനായിട്ട് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ലൗഞ്ചിലേക്കുള്ള ആ ഒരു യാത്രയാണ് കാണാൻ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ലെറ്റ്സ് മൂവ് ഓൺ ഗൈസ്. ഓപ്പൺ ഫോർ മദ്യപാൻ. അസാധ്യ മഴയാണ് ഗൈസ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ ബ്ലോഗിൽ മഴയില്ലാത്തൊരു കളിയില്ല. രാത്രി ഇപ്പോ ഏകദേശം ഒരു 8:30. എനിക്ക് എക്സാക്ട്ലി എനിക്കറിയില്ല. എന്നിരുന്നാലും എപ്പോ തുടങ്ങിയ മഴയെന്നറിയാമോ? നല്ല ഉഗ്രൻ ഇടിമിന്നലും എല്ലാ സാധനവും ഉണ്ട്. കഴിഞ്ഞ ദിവസവും ഇത് തന്നെ, ഇന്നും അത് തന്നെ. വെള്ളത്തിന് മറ്റൊരു വെള്ളം ഒരു കോമ്പിനേഷൻ അല്ലേ? നമ്മൾ മൊത്തം വെള്ളത്തിലുള്ള പരിപാടിയാണല്ലോ. നമ്മുടെ ഡ്രങ്കൻജി ഉണ്ട്, ഇവിടെ അല്ല. ഡ്രങ്കൻജി ജോയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കാരണം മദ്യപാനി തനിച്ചങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങോട്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. സോ മിസ്റ്റർ ബോണി, ലോങ് ടൈം നോ സീ മാൻ. പിന്നെ പുതിയ ബ്രാൻഡുകൾ എന്തൊക്കെയുണ്ട്? പുതിയ ബ്രാൻഡ് നമുക്ക് ഗുഡ്മാൻ എന്ന് പറഞ്ഞിട്ട് പുതിയ ബ്രാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ മോർഫസിന്റെ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്രാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ വേറെ പുതിയ അറൈവൽസ് ഒന്നും ഇല്ല. പിന്നെ എല്ലാം നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നു. അപ്പൊ മോർഫസ് ബ്ലൂ എന്ന് കാണിച്ചു. സോ മിസ്റ്റർ ബോണി, നമ്മുടെ കമ്പനിക്കാരാണ് നിങ്ങൾ ഫിക്സ് ചെയ്ത ബ്രാൻഡാണ് ഇന്ന്, അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ ബ്ലൂ എഡിഷൻ മോർഫസ്, ഇതിന്റെ പ്യൂർ എഡിഷൻ നമ്മുടെ ഫേവറേറ്റ് സാധനം, അറിയാലോ. അപ്പോൾ ബ്ലൂ എഡിഷൻ ഒരു 2 പെഗ്. പണി എല്ലാവർക്കും വളരെ ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. മറ്റൊന്നല്ല, ഞാൻ റേറ്റ് എത്രയാണെന്ന് പറയുന്നില്ല. അത് ഇവർക്ക് അറിയില്ല. കാര്യം എന്താണ്, ഇത് കഴിച്ചു വരുമ്പോൾ നമ്മൾ മറന്നുപോകും, അല്ലേ? അതാണ് എൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്നിട്ടും നമ്മൾ ഓർത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് നിങ്ങൾ എന്നെ പുകഴ്ത്തുമല്ലേ വേണ്ടത്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ കാര്യ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പെഗ് റേറ്റ് എത്രയാണെന്ന് പ്രൊഫഷണൽ പറഞ്ഞത് പ്ലീസ്. അത് 60 ml 320 ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ബാറിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും, അല്ലെ? അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. അല്ല ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ വല്ലയിടത്തും പോയി കുറഞ്ഞ റേറ്റ് കഴിച്ചില്ല എന്നെ തല്ലാൻ വരേണ്ടത്. ഓക്കെ, നോട്ട് ദാറ്റ് പോയിന്റ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, ഇതിന്റെ MRP എത്രയാണ്? നിങ്ങളുടെ ബാർ റേറ്റ് ലൈൻ ചോദിക്കുന്നത് ബോട്ടിൽ പ്രൈസ്. കാരണം ബിവറേജ് കിട്ടുന്ന സാധനമാണല്ലോ ഇത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന്റെ MRP താങ്കൾ പറയണ്ട, ഇവർ കണ്ടോളൂ. എനിക്ക് തോന്നുന്നു വ്യക്തമാകും, ഇവർക്ക് വ്യക്തമാകും. 1830 രൂപ ബോട്ടിൽ പ്രൈസ് ആണല്ലേ? അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മൾ പെർ പെഗ് 320 ആണ് ചാർജ് ചെയ്യുന്നത്. സോ അത് ഇൻറ്റു 12.5 പെഗ് നമ്മൾ ചാർജ് ചെയ്യും. അതിലെന്തെങ്കിലും ചില ബാറുകളൊക്കെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ? അല്ല, നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് പ്രീമിയം മെമ്പർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 20%, അത് നമുക്ക് 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് റെഗുലർ ആയിട്ട് വരുന്നവർക്ക് മാത്രം. നിങ്ങൾക്ക് പാക്കേജ് വല്ലതും ഉണ്ടോ? ഇയർലി അങ്ങനെ ഇപ്പം നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പാക്കേജ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, എന്റെ ഒരു സജഷൻ ആട്ടോ, കാരണം നമ്മളൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആണല്ലോ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ 0 പ്രൈസിലാണ് മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. മാനേജ്മെന്റ് പറഞ്ഞനുസരിച്ച് 0 പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു വർഷത്തിന് ശേഷം നമ്മളത് ചെറിയൊരു എമൗണ്ട് ചാർജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
ബട്ട് അറ്റ് പ്രസന്റ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നവർക്ക് ഇപ്പൊ മദ്യപാനിയെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്കിവിടെ സ്ഥിരം വരുന്ന കുറെ അധികം ആൾക്കാരുണ്ട്, ഗസ്റ്റുകളുണ്ട്. അവർക്കൊക്കെ നമ്മൾ 20% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ ഏകദേശം ഒരു മാസത്തിന് മുകളിൽ ഇവിടെ വന്ന് കഴിച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് നമ്മൾ അവർക്ക് നമ്മളിങ്ങനെ 20% കൊടുക്കുന്നത്. ഇവർക്ക് ഏകദേശം അങ്ങനെ ആ ഒരു ഡിസ്കൗണ്ട് വരുമ്പോൾ ഏകദേശം നമ്മുടെ മീഡിയം ബാറിലെ ആ ഒരു റേഞ്ചിലേക്ക് തന്നെ ഇതിന്റെ റേറ്റ് നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് തന്നെ വരും. മീഡിയം ബാറിലെ റേറ്റിലേക്ക് തന്നെ വരും അത്ര ഡിസ്കൗണ്ട് വരുമ്പോഴത്തേക്ക്. അതാണ് നമ്മളിപ്പോ കൊടുക്കുന്ന ഓഫർ. ഒരുപാട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ. അപ്പൊ അതൊക്കെയാണ് ഗൈസ് ഇവരുടെ സ്പെഷ്യാലിറ്റി ആൻഡ് പാക്കേജസ്. അപ്പോൾ ഈ പാക്കേജ് എല്ലാം എന്താ നമ്മുടെ പാക്കേജ് ഇതാണ്, ഈ രാത്രിയിലെ പാക്കേജ്. ഇനി അതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ഈ രാത്രിയിലെ വെടിക്കെട്ട് തുടങ്ങാം. മിസ്റ്റർ ബോണി, ഇറ്റ്സ് ഓൾ യുവേഴ്സ്, പ്ലീസ്. രണ്ട് പെഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ റിവ്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്കറിയാലോ കാര്യങ്ങൾ. അതിനു വേണ്ടിയുള്ള സെഷനാണ് ഇതായിരിക്കും. സോ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ. അപ്പോൾ ഗായ്സ്, ദിസ് ഈസ് ദ മോമെന്റ്. നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷം, ദാറ്റ് മോമെന്റ്. ഇനി ഈ ആയുധങ്ങളൊക്കെ എടുത്ത് മാറ്റാനുള്ള സമയമാണ്. നമ്മൾ കഴിക്കേണ്ട സമയം, നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കേണ്ട സമയം. ഇത്രയും നേരം എന്റെ വാചകോടി കേട്ട് നിങ്ങൾ ബോറടിപ്പിച്ചതിന് സോറി ഫോർ ദാറ്റ്. ചിയേഴ്സ്. ഇതൊരു റിവ്യൂ വീഡിയോ ആണ്, നമ്മുടെ എപ്പോഴത്തെ പോലെ ഒരു ബ്ലോഗ് അല്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ റിവ്യൂ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാം, ഒരു വർഷത്തോളമായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. സോ ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ നൈറ്റ് വിത്ത് യു. And back guys to finish ഈ സാധനം. കാരണം നല്ല തണുപ്പാണ്, അറിയാലോ. മഴ പെയ്ത് തണുപ്പ്, പിന്നെ ഓൾറെഡി സെൻട്രലൈസ് AC, പിന്നെ ഐസ് ഇട്ട് മൂടിയ സാധനം, പിന്നെ തണുത്ത സോഡ. ഇത്രയൊക്കെ തണുത്താൽ ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ്ങിന്റെ സാധനങ്ങളെല്ലാം ഉറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഇത്തിരി ടൈം വേണം ഫോർ എവരിബഡി. സോ ലെറ്റ്സ് ഡു ദിസ് വൺ. ഇത് റിവ്യൂ ചെയ്യേണ്ട സാധനം തന്നെയാണ്. കാരണം ഇതിൽ ഒരുപാട് റിവ്യൂ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ജസ്റ്റ് ഒരു സിമ്പിൾ റിവ്യൂ ആയിട്ട് പറഞ്ഞാൽ അത് ഞാൻ ഇതിനെ ഡിഗ്രേഡ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു. കാരണം ഇതൊരു ന്യൂ എഡിഷൻ ആണ്. മോഫീസിന്റെ തന്നെ ബ്ലൂ എഡിഷൻ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കറിയാം, ഒരു സാധനം ഓൾറെഡി ക്ലച്ച് പിടിച്ചു, മാർക്കറ്റിൽ നല്ലൊരു ഇമ്പാക്ട് ആൻഡ് നെയിം ഉള്ളൊരു ബ്രാൻഡ് രണ്ടാമത് ഒരു ഇറക്കണമെങ്കിൽ അവർക്ക് ആ കോൺഫിഡൻസ് കൊണ്ട് മാത്രമല്ല, ഇനി ഇറക്കി ഫ്ലോപ്പ് ആയി പോയാൽ ആദ്യത്തെ ബ്രാൻഡിന് പോലും അതിന്റെ ഒരു ഡീഗ്രഡേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്രയേറെ ശ്രദ്ധിച്ചിട്ടും ആലോചിച്ചിട്ടും മാനുഫാക്ചർ ചെയ്ത് ഇതുപോലൊരു ഐക്കോണിക് ബ്രാൻഡ് വീണ്ടും അവർ ഇറക്കിയത്. ഐക്കോണിക് എന്ന് പറയണമെങ്കിൽ അത് എന്തെങ്കിലും റീസൺ ഉണ്ടാവല്ലോ. മദ്യപാനി പറയണമെങ്കിൽ സ്റ്റേ ട്യൂൺ. അടുത്ത റൗണ്ടിൽ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂ വിൽ ബി ഡൺ ബൈ സ്റ്റേ ട്യൂൺ. ഓക്കെ, അതെന്താണ്ട് മിസ്സൈല. ഓക്കെ, താങ്ക് യു മിസ്റ്റർ ബോണി. താങ്ക്സ് പറയാറായിട്ടില്ല. ഈ സാധനം ആരും ഒഴിക്കും? ഞാൻ ഒഴിക്കും. യെസ്, ഓഫ് കോഴ്സ്. യെസ്, ഓൾ റൈറ്റ്. നമ്മുടെ ചാനലിന്റെ ഏറ്റവും വൈറ്റൽ പാർട്ട്, ദ റിവ്യൂ, ആ റൗണ്ടിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് മദ്യപാനിയുടെ ആ ഒരു സീക്വൻസ് തന്നെ ചേഞ്ച് ആയത് നിങ്ങൾക്കത് മനസ്സിലായി കാണും. അപ്പോൾ നമ്മുടെ ഈ ഇരിക്കുന്ന ഐറ്റത്തിന്റെ ഈ ലെജൻഡറി സാധനത്തിന്റെ റിവ്യൂയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മോഫസ് നിങ്ങൾക്കറിയാലോ, നമ്മുടെ 2022 പിറന്നപ്പോൾ ഈ സെയിം സാധനത്തിന്റെ ഈ സെയിം ബോട്ടിൽ, ബട്ട് ദ കളർ ആൻഡ് വേരിയന്റ് വാസ് ഡിഫറെന്റ്. മോഫീസിന്റെ നോർമൽ ബ്രാൻഡിയാണ് നമ്മൾ അന്ന് പൊട്ടിച്ചത്. മദ്യപാനിയും ഡ്രാങ്കൻജിയും കൂടെ അടിച്ച് തീർത്തത്, അന്നേരം അടിച്ച് ഓഫ് ആയി പോയതും ഈ സെയിം ബ്രാൻഡിലായിരുന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതുപോലൊരു ഐക്കോണിക് ബ്രാൻഡാണ് നമ്മളന്ന് ചൂസ് ചെയ്യാൻ. നമ്മുടെ ഓൾറെഡി നമ്മുടെ സ്റ്റോക്കിലുള്ള സാധനമായിരുന്നു. നിങ്ങൾക്ക് അറിയല്ലോ, മദ്യപാനിയുടെ സ്റ്റോക്ക് ആൻഡ് കളക്ഷൻസ് നിങ്ങൾക്ക് അറിയാം, ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുള്ള സ്റ്റോക്ക്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതേ സെയിം ബ്രാൻഡിന്റെ പുതിയൊരു വേരിയന്റ് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ, ആ ട്രൈ ചെയ്തതിൽ നിന്നും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയപ്പോൾ റിവ്യൂ ചെയ്യാൻ വളരെ ആങ്ഷ്യസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ദി നോസിങ് റിയലി ഫ്രൂട്ടി. നല്ല ഫ്രൂട്ട്സിന്റെ അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല.
ലിക്കർ ആണെന്നോ വോഡ്ക ബിഡ് ലിക്കർ ആണെന്നോ ബ്രാൻഡി ആണെന്നോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് തോന്നില്ല. പ്യുവർ ഫ്രൂട്ട്സ് അത്രേ ഫീൽ ആവുള്ളൂ. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, നമ്മുടെ ക്യാമറയില് ഇവിടെ നമ്മുടെ റോസ് ഉണ്ടല്ലോ, എന്തിനാ പേര് പറയാതിരിക്കാം, നമ്മുടെ ബോണി ചായ. പുള്ളിക്കാരൻ പറഞ്ഞു നല്ല ഫ്രൂട്ട്സിന്റെ സ്മെല്ല് ആയിരിക്കും. അതേപോലെ തന്നെ നല്ല ഫ്രൂട്ട്സിന്റെ, വേറെ ഒന്നും തോന്നത്തില്ല, ഇങ്ങനെ മണത്തോണ്ടേ ഇരിക്കാൻ തോന്നും. ലഹരിയൊന്നും അല്ല കേട്ടോ, ആ ഒരു ഒന്നുമില്ല, പറയാൻ ഇനി ഒന്നുമില്ല. ഇനി ട്രൈ ചെയ്യേണ്ട സമയം എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ സാധനം അധികപ്പറ്റാണ്. ഇവിടെ വെക്കുവാന്നേ ഒന്നും തോന്നരുത് കേട്ടോ. നമുക്കൊന്ന് സിപ്പ് ചെയ്തിട്ട് അതിന്റെ ആ ഫ്ലേവർ ഒന്ന് കണ്ടുപിടിക്കാം. എനിക്ക് ഫസ്റ്റ് വയലറ്റ് ഒന്നറിയാം, ആ ഒരു കട്ടിയും കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ റൈസിനില്ലേ ഉണക്കമുന്തിരി, സെയിം, വേറെ ഒന്നും ഫീൽ ആവുന്നില്ലെന്നല്ല. ഫസ്റ്റ് നോട്ട് എന്ന് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയാൻ അറിയാലോ, ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ആണ് നമുക്കുള്ളത്. ഓരോന്നും ഓരോ രീതിയിലുള്ളത്. അപ്പോൾ ഒരു പുതിയ അറിവൊന്നും തന്നതല്ല, ബട്ട് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മുടെ ബ്രെയിനിലേക്ക് റെക്കഗ്നിഷൻ വരുന്നത് ആ ഒരു റൈസിൻ ഉണക്ക മുന്തിരിയുടെ ആ ഫ്ലേവറാണ്. നല്ലൊരു ജസ്റ്റ് മിനിറ്റ്, ഡ്രൈ തന്നെ അടിച്ച് തീർക്കാൻ തോന്നുന്നു കേട്ടോ. കാരണം നല്ലൊരു ഫ്രൂട്ടി ഫീലാണ്. ഞാൻ സ്മെല്ലും പറഞ്ഞല്ലോ, ഓഡോറും അതുപോലെ ഫ്ലേവറും ആ ഫ്രൂട്ട്നെസ് തന്നെയാണ്. നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു ബ്രാൻഡായിട്ട് കണക്കാക്കാം. സിംപ്ലി ദാറ്റ്സ് ഇറ്റ് ഫോർ ദ റിവ്യൂ ഓഫ് മോർഫിയസ് ബ്ലൂ.
നമ്മുടെ ഈ രാത്രി കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇതുകൂടെ അകത്ത് പോകണം. നിങ്ങളുടെ ഉള്ളിലും മദ്യപാനിയുടെ ഉള്ളിലും പിന്നെ ആരുടെയൊക്കെ ഉള്ളിൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് പേര്. ഇതാ ഈ ഇരിക്കുന്ന മനുഷ്യനല്ലോ തലേ നോക്കി കാണിക്കും. നിങ്ങളെ കാണുന്ന ഐറ്റമൊന്നും അല്ല അവിടെ ഈ കാണുന്നത്. ഇപ്പോൾ ചെറിയൊരു നോയമ്പ് അല്ലേ, അത്രേ ഉള്ളൂ. സോ പുള്ളിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, and for me, the ultimate drinker. So cheers for the night. ഇതാണ് ഗൈസ് പറഞ്ഞത്, റിയൽ സെർവിങ് ആൻഡ് പ്രൊഫഷണൽ സെർവിങ്. ഒരാൾ കഴിക്കുമ്പോൾ അയാൾക്ക് ആവശ്യം എന്താണോ, വെള്ളം ഒഴിക്കുമ്പോൾ ആവശ്യം എന്താ, ടച്ചിങ്സ്, അത് അറിഞ്ഞൊരു മനുഷ്യൻ ഇവിടെ കൊണ്ട് വെച്ചു. അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇൻഫാക്ട് ചിലപ്പോ ബോണി ആവാം, ചിലപ്പോ ഈ ബ്രോയ് ആവാം. കാണാൻ വേണ്ടി ഇങ്ങോട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പറയും. ചിലപ്പോ ഈ ബ്രോയ് ആവാം, ചിലപ്പോ വേറെ ഏതിലും ഒരു ബ്രോയ് ആവാം. ഒരാൾ കഴിക്കുമ്പോൾ അയാൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇതുപോലെ വാരി ഇടുക. അത് അറിഞ്ഞൊരു കൊടുക്കാനും ചെയ്തു. ദാറ്റ്സ് വാട്ട് വി കോൾ പ്രൊഫഷണൽ ബാർട്ടൻഡിങ്. അത് ഇവിടെയുണ്ട് അല്ലേ? അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു ബ്രാൻഡുമായി മദ്യപാനി വിൽ ജോയിൻ യു ആസ് ഓൾവേസ്. സോ പുതിയൊരു ബ്രാൻഡുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ചിയേഴ്സ് യു ഗായ്സ്.